നമസ്കാരം. കേരളത്തിൽ സ്വർണ്ണ വ്യാപാരത്തിന് ഇ-വേ ബിൽ നിർബന്ധമാക്കുന്നു. ഇന്നലെ ചേർന്ന GST ഉപസമിതിയിലാണ് കേരളത്തിന്റെ ആവശ്യത്തിന് അംഗീകാരം ലഭ്യമായത്. ഒരുപക്ഷെ കേന്ദ്രവും ചില സംസ്ഥാനങ്ങളും വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോഴാണ് കേരളം ഉറച്ച നിലപാട് സ്വീകരിക്കുകയും ഇ-വേ ബിൽ നിർബന്ധമാക്കുകയും ചെയ്യുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത്. ഇത് സ്വർണ്ണ ബിസിനസ്സിനെ ഏത് നിലയിലാണ് ബാധിക്കുന്നത്, നമ്മുടെ സമ്പദ് മേഖലയ്ക്ക് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ വാർത്തയ്ക്കപ്പുറം. പ്രമുഖരും നമുക്കൊപ്പം, മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്കൊപ്പം ഉണ്ടാകും. ഈ വിവിധ ഘട്ടങ്ങളിൽ ചർച്ചയിൽ ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ നിമിഷത്തിലെ തലക്കെട്ടുകൾ ആദ്യം കാണാം. ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. ശിവശങ്കർ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ഹാജരായി. രാജ്യം 74ന്റെ നിറവിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 110 ലക്ഷം കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം. കോവിഡ് വാക്സിൻ പരീക്ഷണം അവസാന ഘട്ടത്തിൽ. രാജ്യത്ത് എല്ലാവർക്കും ആരോഗ്യ ഡിജിറ്റൽ കാർഡുകൾ നൽകും. ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി പ്രധാനമന്ത്രി. സംസ്ഥാനത്തും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ. തിരുവനന്തപുരത്ത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പതാക ഉയർത്തി. രാജ്ഭവനിൽ ഗവർണറും ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാരും ദേശീയ പതാക ഉയർത്തി. കോവിഡ് നിരീക്ഷണത്തിലായതിനാൽ മുഖ്യമന്ത്രി ചടങ്ങുകളിൽ പങ്കെടുത്തില്ല. പ്രശസ്ത ഫോട്ടോഗ്രാഫർ പുനലൂർ രാജൻ അന്തരിച്ചു. അന്ത്യം കോഴിക്കോട്. വിടവാങ്ങിയത് മലയാളിയുടെ സാംസ്കാരിക ജീവിതത്തെ വിസ്മയ ഫ്രെയിമുകളിൽ രചിച്ച അതുല്യ പ്രതിഭ. ഇ-വേ ബില്ലുകളില്ലാത്ത സ്വർണം ഇനി മുതൽ കണ്ടുകെട്ടും. അടുത്ത GST കൗൺസിൽ ഉത്തരവിറക്കുമെന്നും ധനമന്ത്രി. തീരുമാനം സ്വാഗതം ചെയ്ത് സ്വർണ്ണ വ്യാപാരികൾ. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ബാഴ്സലോണയെ തകർത്ത് ബയേൺ മ്യൂണിക് സെമിയിൽ. ജയം 2-നെതിരെ 8 ഗോളുകൾ. ഈ നിമിഷത്തിലെ ഒരു പ്രധാന വാർത്തയിലേക്ക് ആദ്യം കടക്കുകയാണ്. ശിവശങ്കർ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരായി. ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നു എന്ന വാർത്തകളാണ് ലഭ്യമാകുന്നത്. കൊച്ചിയിൽ നിന്ന് സാലി മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സാലി, NIA-യുടെയും കസ്റ്റംസിന്റെയും ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണോ? തീർച്ചയായും. അല്പം മുമ്പാണ് ശിവശങ്കർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED മുമ്പാകെ ഹാജരായത്. ഈ ഇടപാടുകളിലെ കള്ളപ്പണ ഹവാല ഇടപാടുകൾ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഹവാല ഇടപാടുകളെ കുറിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായി അന്വേഷിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ അന്വേഷണമാണ് ഇപ്പോൾ ശിവശങ്കറിലേക്ക് നീണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശിവശങ്കറിനെ കഴിഞ്ഞ 7-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ചോദ്യം ചെയ്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്ന് ചോദ്യം ചെയ്യലിൽ പറഞ്ഞ ചില വിവരങ്ങളിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടതിനെ തുടർന്നാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹാജരാകാൻ ആവശ്യപ്പെട്ട് ശിവശങ്കറിന് കഴിഞ്ഞ ദിവസം തന്നെ എൻഫോഴ്സ്മെന്റ് വിഭാഗം നോട്ടീസ് നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിൽ കൃത്യം 3:40 ശിവശങ്കർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കേസിലെ മറ്റു പ്രതികളായ സ്വപ്ന, സരിത്ത്, സന്ദീപ് എന്നിവർ നിലവിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലാണുള്ളത്. അവരെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഈ 3 പ്രതികളെ 4 ദിവസത്തേക്കും കൂടി കസ്റ്റഡിയിൽ വേണമെന്ന് എൻഫോഴ്സ്മെന്റ് ആവശ്യപ്പെട്ടു. 2 ദിവസത്തേക്ക് കോടതി കസ്റ്റഡിയിൽ കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ തിങ്കളാഴ്ച വരെയാണ് കസ്റ്റഡിയിലുള്ളത്. അപ്പോ സ്വപ്നയും സരിത്തും സന്ദീപും കസ്റ്റഡിയിലിരിക്കെ അവരുടെ സാന്നിധ്യത്തിൽ ശിവശങ്കറെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും അറിയേണ്ടത്, ഇതിൽ ഏതെങ്കിലും ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഹവാല ഇടപാടുകളുമായി ശിവശങ്കറിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പ്രധാനമായും ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. നിലവിൽ
ഈ സ്വർണ്ണക്കടത്തിന് പണം ഇറക്കിയത് കള്ളപ്പണമാണ്, അത് ഹവാല ഇടപാടിലൂടെയുള്ള പണമാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഈ 3 പേരുടെ സ്വപ്ന, സരിത്ത്, സന്ദീപ് എന്നിവരുടെ കസ്റ്റഡി അപേക്ഷയിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിൽ കൊടുത്ത കസ്റ്റഡി റിപ്പോർട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരുന്നു ഇത് വലിയ തോതിൽ 100 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് ആണ് ഇതിൽ നടന്നിരിക്കുന്നത്, ഹവാല ഇടപാടാണ് ഇതിൽ നടന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ വലിയ തോതിലുള്ള കള്ളപ്പണം ഇറങ്ങിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഇത് രാജ്യത്ത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ വലിയ ഒരു കുറ്റകൃത്യമായി തന്നെ പരിഗണിക്കേണ്ടി വരും എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ പറഞ്ഞിരുന്നത്. അതിൽ കസ്റ്റഡി അപേക്ഷയിൽ ശിവശങ്കറുമായി ബന്ധിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, സ്വപ്നയ്ക്ക് ഈ ശിവശങ്കറുമായി വളരെ ആഴത്തിലുള്ള അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. വളരെ നല്ല അടുപ്പം ഉണ്ട് സ്വപ്നയ്ക്ക് ശിവശങ്കറുമായി. 1. 2, ഈ സ്വപ്നയുടെ ദുരൂഹമായ സ്വഭാവത്തെയും ബന്ധങ്ങളെയും കുറിച്ച് ശിവശങ്കറിന് അറിയാമായിരുന്നു എന്നും ഈ കസ്റ്റഡി അപേക്ഷയിൽ എൻഫോഴ്സ്മെന്റ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ആ കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ 1-2 ദിവസത്തിനുള്ളിൽ ശിവശങ്കറെ ചോദ്യം ചെയ്യും എന്ന കാര്യം വ്യക്തമായിരുന്നു. തിങ്കളാഴ്ച ചോദ്യം ചെയ്യുക എന്നതായിരുന്നു, അത്തരത്തിലൊരു ധാരണയിലേക്കായിരുന്നു എത്തിയിരുന്നത്. പക്ഷേ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഈ 3 പ്രതികളെ, സ്വപ്ന, സരിത്ത്, സന്ദീപ് എന്നീ പ്രതികളെ തിരികെ കോടതി ഹാജരാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നത്. ഏതായാലും ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ നീണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണോ ഉള്ളത്? കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിന് സമാനമായി അക്കാര്യത്തിൽ ഒന്നും പറയാൻ കഴിയില്ല. ഒരു പ്രവചന അസാധ്യമായ ഒരു കാര്യമാണിത്. പക്ഷെ അതിനകത്തൊരു പ്രതിസന്ധി ഉള്ളത്, കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ സ്വപ്നയുടെ അഭിഭാഷകൻ വളരെ മോശം ഹരാസ്മെന്റ് ഈ എൻഫോഴ്സ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് സ്വപ്നയ്ക്ക് നേരെ ഉണ്ടാകുന്നുണ്ട്. അതൊരു വനിത എന്ന ഒരു പരിഗണന പോലും നൽകാതെയാണ് അത്തരം ഹരാസ്മെന്റ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിരുന്നു. രാത്രി വൈകിയും ചോദ്യം ചെയ്യുന്നു തുടങ്ങിയ പരാതികൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് അത് പരിഗണിച്ച കോടതി പറഞ്ഞത് ഈ സ്വപ്നയെ ഒരു കാരണവശാലും, ഈ പ്രതികളെ ഒരു കാരണവശാലും 5 മണിക്ക് ശേഷം ചോദ്യം ചെയ്യരുത്, രാവിലെ 10 മണിക്ക് മുമ്പും ചോദ്യം ചെയ്യരുത്. അതായത് 10 മണി മുതൽ 5 മണി വരെ ചോദ്യം ചെയ്യാനുള്ള അനുമതി മാത്രമേ എൻഫോഴ്സ്മെന്റിന് ഈ കസ്റ്റഡിയിലുള്ള 3 പ്രതികളുടെ കാര്യത്തിലുള്ളൂ. പക്ഷെ ശിവശങ്കറിന് ആ കോടതി ഉത്തരവ് ബാധകമല്ല. പക്ഷേ സ്വപ്നയും, സരിത്തിനെയും, സന്ദീപിനെയും ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ പകൽ സമയത്തെ ചോദ്യം ചെയ്യാൻ കഴിയൂ. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് 5 മണിയോടുകൂടി തന്നെ ഈ 3 പ്രതികളുടെ സ്വപ്ന, സരിത്ത്, സന്ദീപ് എന്നിവരെ ചോദ്യം ചെയ്തതിനു ശേഷം മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റാൻ തന്നെയാണ് സാധ്യത. കാരണം കോടതി ഉത്തരവാണിത്. കാര്യങ്ങൾ വ്യക്തമാണ്. സാലിം മുഹമ്മദ്, എന്തായാലും നിർണായക വിവരങ്ങൾ തന്നെയാണ് കൊച്ചിയിൽ നിന്ന് സാലിം മുഹമ്മദ് പങ്കുവയ്ക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എം ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചു. അദ്ദേഹം ഹാജരായി. ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രധാനമായും കള്ളപ്പണ ഇടപാടുകൾ, ഹവാല ഇടപാടുകൾ എന്നിവയിൽ ശിവശങ്കറിന് ബന്ധമുണ്ടോ എന്ന കാര്യത്തിലാണ് കൂടുതൽ വ്യക്തത വരുത്തേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ചോദ്യം ചെയ്യലുമാണ് കൊച്ചിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും വാർത്തയ്ക്കപ്പുറം നമ്മൾ അല്പം മുമ്പ് ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇ-വേ ബില്ലുകൾ സംബന്ധിച്ചാണ് ഇന്ന് വാർത്തയ്ക്കപ്പുറം ചർച്ച ചെയ്യുന്നത്. പ്രമുഖരും നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട്. തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവരെ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നു. ഇ-വേ ബില്ലുകൾ ഇല്ലാതെ സ്വർണം ഇനി മുതൽ ബിസിനസ് നടത്താൻ കേരളത്തിൽ കഴിയില്ല. അത്തരം സ്വർണം കണ്ടുകെട്ടുമെന്ന് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നു. അടുത്ത GST കൗൺസിൽ ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കും. കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കൂടുന്ന സാഹചര്യത്തിലാണ് നടപടിയെന്നും തോമസ് ഐസക് ഇന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. കസ്റ്റംസും മറ്റും പിടിക്കുന്ന സ്വർണത്തിൻ്റെ അളവ് കഴിഞ്ഞ 2 വർഷം മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയിലേറെ വളർന്നിരിക്കുകയാണ്. ഇത് കാണിക്കുന്ന കള്ളക്കടത്ത് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കള്ളക്കടത്ത് സ്വർണം ആത്യന്തികമായിട്ട് ആഭരണങ്ങളായിട്ടും എല്ലാം മാറുന്നു. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും നികുതിയും കിട്ടുന്നില്ല. ഇത് തടയുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം മറ്റെല്ലാ ചരക്കുകളും പോലെ സ്വർണത്തിനും ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇ-വേ ബില്ല് നിർബന്ധമാക്കലാണ്. എന്നാൽ ഗുജറാത്ത് പോലുള്ള വടക്കേന്ത്യ സംസ്ഥാനങ്ങൾ അതിനെതിരാണ്. അങ്ങനെ സ്വർണം കൊണ്ടുപോകുമ്പോൾ അത് മുൻകൂട്ടി അതിന് ഇ-വേ ബില്ല് എടുക്കേണ്ടി വന്നാൽ സുരക്ഷിതത്വ പ്രശ്നങ്ങളുണ്ടാവും എന്നാണ് അവർ പറയുന്നത്.
അവസാനം ഇന്നലെ ഇത് സംബന്ധിച്ച് ഒത്തുതീർപ്പായി. കേരളത്തിന് വേണമെങ്കിൽ സംസ്ഥാനത്തിനുള്ളിൽ ഇ-വേ ബില്ല് സ്വർണത്തിന് നിർബന്ധമാക്കാം. ഇതിൻ്റെ ഉത്തരവ് അടുത്ത GST കൗൺസിലിന് ശേഷം ഇറങ്ങും. അപ്പോൾ കേരളത്തിൽ ഇനിമേൽ സ്വർണ്ണ നീക്കത്തിന് കർശനമായ നിയന്ത്രണങ്ങളുണ്ടാവും. ഇ-വേ ബില്ല് കൂടിയേ തീരും. ഇ-വേ ബില്ല് ഇതെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ GST വിഭാഗം തീരുമാനിച്ചിട്ടുള്ളത് അത് കണ്ടുകെട്ടുന്നതാണ്. ഇതുവരെയും നികുതിയും പിഴയടക്കിയ സ്വർണം വിട്ടുകൊടുക്കുമായിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടൂ എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത്. എന്നാൽ ഗുജറാത്ത് ഹൈക്കോടതി ഈയിടക്ക് മറ്റൊരു വിധി കൊണ്ടുവന്നു. അതുപ്രകാരം സംസ്ഥാനത്തിന് വേണമെങ്കിൽ കസ്റ്റംസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ നികുതി വെട്ടിപ്പിന് വേണ്ടിയിട്ട് രേഖകളില്ലാതെ കൊണ്ടുപോകുന്നത് കോൺഫിസ്കേറ്റ് ചെയ്യുക, കണ്ടുകെട്ടാം. അങ്ങനെ കർശനമായ നിലപാട് സ്വീകരിക്കുമ്പോൾ മാത്രമല്ല, ഇങ്ങനെ സ്വർണവും മറ്റും കൊണ്ടുപോകുന്നതിന്, സ്വർണം മാത്രമല്ല ഏത് ചരക്കും നികുതി വെട്ടിപ്പിന് വേണ്ടി നീക്കുമ്പോൾ അത് സംബന്ധിച്ച് വിവരം തന്നു കഴിഞ്ഞാൽ അതിന് സർക്കാരിന് കിട്ടുന്ന വരുമാനത്തെ 20% വിവരം തരുന്നവർക്ക് നൽകും. കേന്ദ്ര സർക്കാരിന് ഇപ്പം തന്നെ അതിൻ്റെ നിയമമുണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റിൽ പണവും നീക്കി വെച്ചിട്ടുണ്ട്. അതും പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. കർശനമായ നിലപാട് കള്ളക്കടത്തിനെതിരായിട്ട്, അതിന് സ്വർണം ഉപയോഗിക്കുന്നതിന് എതിരായിട്ട് കേരളത്തിൽ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. തോമസ് ഐസക്കിൻ്റെ വാക്കുകളാണ് കേട്ടത്. ഈ അവസരത്തിൽ നമുക്കൊപ്പം സാമ്പത്തിക വിദഗ്ധനും മാധ്യമപ്രവർത്തനവുമായ ജോർജ് ജോസഫ് ഇപ്പോൾ സൂമിൽ നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ആഭരണ നിർമ്മാണ മേഖലയിലെ പ്രതിനിധി, CITUവിൻ്റെ തൊഴിലാളി യൂണിയൻ പ്രതിനിധി കൂടിയാണ് ശങ്കർ കൂടി തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് പ്രാഥമിക ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ജോർജ് ജോസഫിലേക്ക് പോകുന്നു. ശ്രീ ജോർജ് ജോസഫ്, കേരളം എടുത്ത ഒരു നിലപാട് അത് GST യോഗത്തിൽ അംഗീകാരമായിരിക്കുന്നു. സ്വർണ്ണക്കടത്തിൽ ഇത് ഏത് നിലയിലാണ്, ഇ-വേ ബിൽ ഏർപ്പെടുത്തുന്നത് ഏത് നിലയിലാണ് ഈ സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സിൽ ബാധിക്കുന്നത്? അത് കേരളത്തിന് എത്രത്തോളം ഗുണം ചെയ്യും? ഇപ്പോൾ തോമസ് ഐസക് സൂചിപ്പിച്ചതുപോലെ കള്ളക്കടത്തുകൾക്ക് തടയിടാൻ വഴിയൊരുക്കുന്നതാണോ? സാമ്പത്തിക മേഖലയെ ഏത് നിലയിലായിരിക്കും ബാധിക്കുക? പ്രാഥമികമായി എങ്ങനെ? അല്ല, ഈ നീക്കം എന്ന് പറയുന്നത് കേരളത്തിലെ സ്വർണ്ണക്കച്ചവടവുമായി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സുതാര്യത ഇല്ലായ്മയാണ്. കേരളത്തിന്റെ മൊത്തം വരുന്ന സ്വർണ്ണ ബിസിനസ്സും അതിൽ നിന്ന് ലഭിക്കുന്ന നികുതി വരുമാനവും തമ്മിൽ ഒരു പൊരുത്തപ്പെടാത്ത കണക്കുകളാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മൾ കാണുന്നത്. കേരളത്തിൽ എത്രമാത്രം സ്വർണത്തിന്റെ ബിസിനസ് നടക്കുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്നും കൃത്യമായൊരു ഇതില്ല. നികുതി കുറെ കിട്ടുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന കാര്യം സ്വർണ്ണ കച്ചവടത്തിൽ ഇല്ല എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. അത് മറികടക്കുക എന്നുള്ളതാണ് ഇ-വേ ബില്ലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത്. മറ്റൊന്ന്, സംസ്ഥാനത്തിന്റെ വരുമാനം, നികുതി വരുമാനം, സ്വർണത്തിൽ നിന്ന് കിട്ടേണ്ട നികുതി വരുമാനം കൃത്യമായി അല്ലെങ്കിൽ ഒരു വലിയൊരളവോളം കൃത്യമായി തന്നെ കിട്ടുന്നതിനുള്ള ഒരു വഴിയൊരുക്കുന്നു എന്നുള്ളതാണ്. ഇത് കൂടാതെ തന്നെ സ്വർണം എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഇപ്പൊ കള്ളക്കടത്ത് സ്വർണത്തെ സംബന്ധിച്ച് നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഈ കള്ളക്കടത്ത് സ്വർണം വരുന്നത് നമ്മൾ പിടിക്കുന്നുണ്ട്. അത് തന്നെയല്ല, വരുന്ന സ്വർണത്തിന്റെ കള്ളക്കടത്തായി വരുന്നതിന്റെ ചെറിയൊരു ഭാഗമാണ് ഇന്നും പിടിക്കപ്പെടുന്നത്. അപ്പൊ പിടിക്കപ്പെടാതെ വിമാനത്താവളങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റു രീതിയിൽ നിന്നും കടന്നു പോകുന്ന സ്വർണം എവിടേക്ക് പോകുന്നു എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നും വളരെ ദുരൂഹമായി നിലകൊള്ളുന്ന ഒരു കാര്യമാണ്. ഇ-വേ ബില്ല് വരുന്നതോടുകൂടി സ്വർണത്തിന്റെ സംസ്ഥാനത്തിനകത്തെങ്കിലും മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്താൻ കഴിയും. അങ്ങനെ വരുന്നതോടുകൂടി തീർച്ചയായിട്ടും സ്വർണത്തിന്റെ ഈ കള്ളക്കള്ളത്തിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിയും. ഇപ്പൊ കള്ളക്കള്ളത്തിന്റെ കാര്യത്തിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നികുതിയും പിഴയും അടച്ചാൽ സ്വർണം വിട്ടുകിട്ടുന്നു എന്ന് പറയുമ്പോൾ ആ നടപടിയുടെ തന്നെ ഫലശൂന്യതയാണ് അത് വ്യക്തമാക്കുന്നത്. നികുതി നമുക്കറിയാം 12% ഡ്യൂട്ടി അടയ്ക്കുക, അതിന് നിശ്ചയിക്കുന്ന പിഴയും കൂടി അടച്ചിട്ടുണ്ടെങ്കിൽ സ്വർണം വിട്ടുകിട്ടുമെന്നുണ്ടെങ്കിൽ അത് കള്ളക്കടത്തുകാരെ സംബന്ധിച്ചിടത്തോളം അതും ഒരു ആകർഷകമായിട്ടുള്ളൊരു കാര്യമാണ്.
അത് തീർച്ചയായിട്ടും കോൺഫിസ്കേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ കണ്ടുകെട്ടുകയും ലേലം ചെയ്ത് സംസ്ഥാന ഖജനാവിലേക്ക് മുതൽക്കൂട്ടുകയും ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് വരുന്നതോടുകൂടിയാണ് ഇത് കുറെയെങ്കിലും നമുക്ക് ഫലപ്രദമായി ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് ഈ നീക്കം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ എതിർപ്പിനെ കുറിച്ച് മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. അതില് യാതൊരു വിധത്തിലുള്ള സുരക്ഷിതത്വത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കകളൊക്കെ വെറും തൊടിന്യായങ്ങൾ പറയലാണ്. കാരണം ഇപ്പോൾ തന്നെ സ്വർണം കൊണ്ടുപോകുമ്പോൾ വേണ്ടത്ര സുരക്ഷിതത്വം എടുത്തിട്ട് തന്നെയും, അല്ലാതെ സ്വർണം കയ്യിൽ തൂക്കിപ്പിടിച്ച് ഏതെങ്കിലും ഓട്ടോറിക്ഷയിൽ അങ്ങനെയൊന്നും അല്ല കൊണ്ടുപോകുന്നത്, ബസ്സിൽ കയറിയൊന്നുമല്ല. സ്വർണം തീർച്ചയായിട്ടും സുരക്ഷിതമായ രീതിയിൽ തന്നെ അതിനനുസരിച്ചുള്ള മാർഗങ്ങളിലൂടെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്തെ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ഏകദേശം 15-20% കേരളത്തിന്റെ വിമാനത്താവളങ്ങളിലൂടെ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് 80 മുതൽ 85% വരെയും സ്വർണം കൊണ്ടുവരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലാണ്. അപ്പൊ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം കൂടിയുണ്ട്, കേരളം വളരെ സ്വർണ്ണക്കള്ളത്തിന്റെ ഒരു ഹബ്ബാണ് എന്നുള്ള രീതിയിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. വാസ്തവത്തിൽ പൂന, അഹമ്മദാബാദ്, മുംബൈ, ഗുജറാത്ത്, മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തേക്കുള്ള സ്വർണത്തിന്റെ കള്ളക്കള്ളത്തിന്റെ വലിയൊരു പങ്ക് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളത്ത് നടത്തുന്ന ഇന്ത്യയിലെ എയർപോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ചെന്നൈ എയർപോർട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലെല്ലാം സ്വർണം പല രീതിയിൽ വരുമ്പോൾ അവിടെ ഒരു ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങളുടെ ഒരു നല്ലൊരു മൂവായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയും. അതിനകത്ത് ഒരു കൃത്യമായ ട്രാൻസ്പെറൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് മാത്രമല്ല, സ്വർണ്ണക്കള്ളത്തിനെ തടയിടാൻ കഴിയുന്നു രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ റവന്യൂ വരുമാനത്തിൽ നഷ്ടം വരാതെ അത് കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അത് വരികയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധകമാവുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം GST അടച്ചിട്ടുള്ള ബില്ല് സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് ചെയ്യാനുള്ള കാര്യം. അങ്ങനെ നോക്കുമ്പോൾ സ്വർണ്ണ വ്യാപാരത്തിൽ സുതാര്യത ഇല്ലാതെ പോയിരിക്കുന്നു കഴിഞ്ഞ ദശകങ്ങളിൽ എന്നുള്ളതാണ് കേരളത്തിന്റെ സ്വർണ്ണ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന പ്രശ്നമായി നിലകൊണ്ടിരുന്നത്. അതിന് വലിയൊരളവോളം പരിഹാരമാവുന്ന നിർദ്ദേശമാണ് തീർച്ചയായിട്ടും E-way ബില്ല്. മറ്റുൽപ്പന്നങ്ങൾ മിക്കതും നമുക്ക് എല്ലാവർക്കും അറിയാം, അന്തർ സംസ്ഥാന ചരക്ക് നീക്കത്തിലെല്ലാം തന്നെ E-way ബില്ല് വേണം. എവിടെയായാലും നമുക്ക് ചെക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് ഡോക്ടർ ജോർജ് ജോസഫ്, അവിടെയാണ് ഒരു സംശയം ഉണ്ടാകുന്നത്. ഈ കള്ളക്കടത്ത് തടയാൻ കഴിയുമോ? ഈ കള്ളക്കടത്ത് നിയമാനുസൃതമല്ലാതെ വരുന്നതല്ലേ, അതെങ്ങനെയാണ് തടയാൻ കഴിയുക? E-way ബില്ല് കൊണ്ടുവരുന്നതോടെ ഈ നിയമാനുസൃതമല്ലാത്ത വരവ് എങ്ങനെയാണ് തടയാൻ കഴിയുക? അത് ഏത് നിലയിലാണ് പ്രാവർത്തികമാക്കാൻ സാധിക്കുക? അല്ല, തീർച്ചയായിട്ടും അത് പ്രാവർത്തികമാക്കുക എന്ന് അതിനകത്ത് ഒട്ടേറെ വൈഷമ്യങ്ങളുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ നമുക്കറിയാം, കള്ളക്കടത്ത് ആയി വരുന്ന സ്വർണം തീർച്ചയായും ആഭരണശാലകളിലേക്കോ അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ വീണ്ടും പുതിയ പ്രോഡക്റ്റുകളാക്കി മാറ്റുന്ന അല്ലെങ്കിൽ അതിനകത്ത് മൂല്യവർധന വരുത്തുന്ന കച്ചവട സ്ഥാപനങ്ങളിലേക്കോ അതുപോലുള്ള സ്ഥാപനങ്ങളിലേക്കോ ആണ് പോകുന്നത്. അപ്പൊ ആ പോകുന്ന സ്വർണം പിന്നെ അവിടുത്തെ അത് ഒറിജിനേറ്റ് ചെയ്യുമ്പോൾ അവരെങ്ങോടെങ്കിലും മൂവ് ചെയ്യിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് E-way ബില്ല് വേണ്ടി വരുന്നു. നേരത്തെ ഇത് അങ്ങനെ വന്നത് അങ്ങനെ അല്ലാത്തതുകൊണ്ട് അതല്ലാത്ത രീതിയിൽ അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് A എന്ന ജ്വല്ലറിയിൽ നിന്നും അല്ലെങ്കിൽ A എന്ന ജ്വല്ലറി മേക്കറിൽ നിന്നും B എന്ന ജ്വല്ലറിയിലേക്ക് സ്വർണം കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും എവിടെയെങ്കിലും അതിനൊരു E-way ബില്ല് ഒറിജിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് നിയമവിരുദ്ധമാവും ഇന്നത്തെ സാഹചര്യത്തിൽ. അപ്പൊ കള്ളക്കടത്തായി A എന്ന ജ്വല്ലറി മേക്കിംഗ് സ്ഥാപനത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നമുക്ക് കർബ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അവിടെ നിന്നുള്ള സെക്കൻഡറി നീക്കത്തെ ഈ E-way ബില്ലുകളുടെ കുറെ. അപ്പോ ഇൻഡയറക്റ്റ് ആയിട്ട്, ഇപ്പോ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ വളരെ ഡയറക്റ്റ് ആയിട്ട് കള്ളക്കടത്തിനെ ഇത് പിടികൂടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം പറയാൻ കഴിയും. പക്ഷെ ഇൻഡയറക്ട്ലി അത് വലിയൊരു അളവോളം ഈ കള്ളക്കള്ളത്തിനെ കർട്ടൈൽ ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ് ആ പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും സംസ്ഥാനം ഉയർത്തിയ വളരെ കാലമായി ഉയർത്തുന്ന ഒരു ആവശ്യമാണ്. അതിനാണ് GST കൗൺസിൽ ഇപ്പോൾ അംഗീകാരമായിരിക്കുന്നത്. താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ശങ്കർ, എങ്ങനെ കാണുന്നു ഈ ആഭരണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾ, നിരന്തരം ഇത്തരം കാര്യങ്ങൾ കാണുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന ആളെന്ന നിലയിൽ എങ്ങനെയാണ് ഈ E-way ബിൽ സമ്പ്രദായം നടപ്പാക്കുന്നതോടെ
ഈ എന്തെല്ലാം ഗുണങ്ങൾ അതിനുണ്ട് ഈ വശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ അതിനെ കാണാൻ സമീപിക്കാൻ സാധിക്കുന്നു? ഒപ്പം തന്നെ അതിൻ്റെ ദോഷങ്ങൾ കൂടി, ഈ കള്ളക്കടത്തിൻ്റെയൊക്കെ വഴികൾ കൂടി അറിയാവുന്നത് കൊണ്ട് പലതരത്തിലാണ്. വലിയ ബിസിനസ്സുകൾ നടത്തുന്ന ജ്വല്ലറികളുണ്ട്, ചെറുകിട കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഈ മേഖലയിലെല്ലാം ഈ ഒരേ ബില്ലാണ് വരുന്നത്. എങ്ങനെയാണ് കാണാൻ കഴിയുക? ആദ്യമായി കൈരളി ചാനലിനെ അഭിനന്ദിക്കുകയാണ്. എന്തെന്നറിയോ, ഇത്രയും കാലം ഓരോ മാധ്യമങ്ങളും, ഏത് ദൃശ്യമാധ്യമങ്ങളും മറ്റുള്ള മാധ്യമങ്ങളും ഈ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട്, സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ വിളിക്കുമ്പോൾ, ഇല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ സ്വർണ്ണ തൊഴിലാളികളെ യാതൊരു പരിഗണനയും കൊടുക്കാതെയാണ് എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഇവരും ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥം അറിയണമെങ്കിൽ സ്വർണ്ണ തൊഴിലാളികൾ ഇതിനകത്ത് വേണം, സ്വർണ്ണവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇതിനകത്ത് വേണം. അത് കൈരളി ചാനൽ മനസ്സിലാക്കിയതിന് ആദ്യം കൈരളി ചാനലിനെ അഭിനന്ദിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഈ ഇ-വേ ബില്ല്, ബഹുമാനപ്പെട്ട ഐസക് സാർ പറഞ്ഞത്, ഈ ഇ-വേ ബില്ല് സ്വാഗതാർഹമാണ്. ആദ്യമായിട്ട് അതിനെ പ്രതികൂലിച്ച് പറയുന്ന ഒരു 2 സംസ്ഥാനങ്ങളാണ് പറയുന്നത്. ഒന്ന് ഗുജറാത്തും ഒന്ന് മഹാരാഷ്ട്രയും, അല്ലേ? ഈ 2 സംസ്ഥാനങ്ങളാണ് ഇതിനെ എതിർത്ത് പറയുന്നത്. ഈ ഇന്ത്യയിൽ ഈ സ്വർണ്ണ റിഫൈനറിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ആ പണി ചെയ്യുന്ന ആൾക്കാർ ഈ ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ മേഖലയിലുള്ള തൊഴിലാളികളാണ്. അവരിത് ചെയ്യുന്നുണ്ട്. അപ്പം അവർ ചെയ്യുന്നത് ഇരിക്കട്ടെ, പക്ഷേ ഞാൻ പറയുന്ന വിഷയം, ഈ ഇ-വേ ബില്ലിലൊക്കെ പിടിച്ചോട്ടെ, പക്ഷേ യഥാർത്ഥമായിട്ട് കേരളത്തിൽ സ്വർണം വിൽക്കുന്നത് പിടിക്കാനായിട്ട്, സ്വർണത്തിൻ്റെ കറക്റ്റ് കണക്ക് പിടിക്കണമെങ്കിൽ ആഭരണ തൊഴിലാളികൾ ചെയ്യുന്ന ഒരു BIS ഹാൾമാർക്ക് ഉണ്ടല്ലോ, ഈ സ്വർണ്ണ വിപണനക്കാർക്ക് ഉള്ള രജിസ്ട്രേഷൻ BIS ഹാൾമാർക്ക്. ഈ BIS ഹാൾമാർക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വേണം. ഇതിനകത്ത് ഒരുപാട് കള്ളത്തരങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഇപ്പം നേരത്തെ സാമ്പത്തിക വിദഗ്ധൻ പറഞ്ഞതുപോലെ തന്നെ ഇതുവഴി വരുന്ന കള്ളക്കടത്ത് വഴി വരുന്ന സ്വർണത്തിനെ ആഭരണമാക്കി മാറ്റുന്നത് ഈ പണിശാലകളിലാണ്. ഇവിടെയുള്ള പണിശാലകളിലാണ് ആഭരണമാക്കി മാറ്റുന്നത്. ഈ ആഭരണശാലകളിൽ ആഭരണമാക്കി മാറ്റിയതിന് ശേഷം അതിനെ സീൽ ചെയ്യാൻ പോകുന്നത് ഈ സ്ഥലത്താണ്. ഏത്? BIS ഹാൾമാർക്കുള്ള സ്ഥലത്താണ്. ആ BIS ഹാൾമാർക്ക് ചെയ്യുന്നതിന് ഒരു ലൈസൻസി ഉണ്ടല്ലോ, ആ ലൈസൻസിക്കകത്ത് ഗവൺമെന്റിന്റെ ഇടപെടൽ വേണം. അതായത് നിലവിൽ സർക്കാർ തലത്തിലൊരു നിയന്ത്രണം ഇല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിനു മുമ്പേയും കൈരളി ഒരു ചർച്ചയ്ക്ക് ഞാൻ പങ്കെടുത്തിരുന്നു. ആ ചർച്ചയിൽ ഞാൻ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. BIS ഹാൾമാർക്ക് എന്ന് പറയുന്നത് ലൈസൻസ് കിട്ടിയ മുതലാളിമാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള വൻകിട മുതലാളിമാർക്ക് സ്വന്തമായിട്ട് BIS ഹാൾമാർക്കിൻ്റെ ലൈസൻസിങ് ഉണ്ട്. ആ ലൈസൻസിങ് സ്ഥാപനത്തിൽ വെച്ച് ഇവർ സ്വന്തമായിട്ട് ഹാൾമാർക്ക് അടിച്ച് വിൽക്കുന്നുണ്ട് സാധനങ്ങൾ. അതുകൊണ്ട് ആ ലൈസൻസിങ് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പം നമുക്ക് ഈ സാധാരണ തൊഴിലാളികളുണ്ടല്ലോ, ഈ ആട്ടോ പോലുള്ള ബാക്കിയുള്ള ഏതാ പറയുന്ന ഈ മറ്റു തൊഴിലാളികളെല്ലാം ഒരു മിനിമൈസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിനകത്ത്, ഈ വെയിറ്റ് ആൻഡ് മെഷർ. വെയിറ്റ് ആൻഡ് മെഷറിൽ കേരള സർക്കാരിൻ്റെ ഒരു ഇടപെടലുണ്ടല്ലോ. അതുപോലെ BIS ഹാൾമാർക്കിംഗ് സെൻറ്ററിലും കേരള സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കള്ളക്കടത്ത് കറക്റ്റായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും. കള്ളക്കടത്തി കൊണ്ടുവന്ന് ഇവന്മാർ ആഭരണമാക്കി വിൽക്കുന്ന സാധനത്തിൻ്റെ സ്രോതസ് കറക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റും. അതായത് ഇ-വേ ബിൽ നടപ്പാക്കിയാൽ മാത്രം പോലെ ഇതുപോലെ ഈ ഹോൾമാർക്ക് സെന്റർ ഉൾപ്പെടെയുള്ള മേഖലകളെ കൂടി ഈ നിയമത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നാൽ മാത്രമേ ഈ ആഭരണ തൊഴിലാളിക്ക് വേണ്ടി ഈ സർക്കാർ, ഇപ്പം നിലവിൽ വന്ന പിണറായി സർക്കാരാണ് ഈ ആഭരണ തൊഴിലാളിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഒരു ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചു. ആ ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം ഇപ്പോൾ നടക്കുകയാണ്. ഈ കോവിഡ് കാലഘട്ടത്തിലും ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഒരു ധനസഹായം ചെയ്തു കൊടുത്തത് ഈ സർക്കാരാണ്. പക്ഷേ ഈ സർക്കാരിന് ഈ ബോർഡ് നിലനിൽക്കണമെങ്കിൽ ഈ കറക്റ്റ് വരണം എന്ന് പറഞ്ഞാൽ ഈ സെസ് അടയ്ക്കണം. ഈ മുതലാളിമാർ സെസ് അടയ്ക്കണം. 2.25% ആയിരുന്നു, അതൊക്കെ മാറ്റി ഓർഡിനൻസ് ഒക്കെ കൊണ്ടുവന്നു. കൃത്യമായ ഒരു കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. അതായത് സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ കൂടുതൽ മേഖലകളിലേക്ക് ഉണ്ടാകണം, ശ്രദ്ധയുണ്ടാകണം. ഹോൾമാർക്ക് സെന്ററുകളിൽ ഉൾപ്പെടെ സർക്കാരിന്റെ സംവിധാനത്തിന്റെ ശ്രദ്ധയുണ്ടായെങ്കിൽ മാത്രമേ ഇ-വേ ബില്ലുകൾ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതെങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്ന് നമുക്ക് വിദഗ്ധർ ഉൾപ്പെടെ നമുക്കൊപ്പമുണ്ട്. അതിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്ത് സ്വർണ്ണ നീക്കത്തിന് ഇ-വേ ബിൽ, വാർത്തയ്ക്കപ്പുറത്ത് കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ജോർജ് ജോസഫ് കൂടി. നമുക്കിപ്പോൾ ഒരിക്കൽ കൂടി അദ്ദേഹത്തിലേക്ക്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ഈ സ്വർണ്ണ തൊഴിലാളി മേഖല, അല്ലാതെ ആഭരണ നിർമ്മാണ മേഖലയിലെ പ്രതിനിധികൾ പറയുന്നത് ഹോൾമാർക്ക് രജിസ്റ്റർ ചെയ്യുന്ന മേഖലകളെ കൂടി ഈ ബില്ലിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തണം, എങ്കിൽ മാത്രമേ കൂടുതൽ കാര്യക്ഷമമാകുകയുള്ളൂ എന്ന്
അവർ പറയുന്നു, അനുഭവം കൊണ്ട് പറയുന്നതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഏതൊക്കെ വശത്തുകൂടിയാണ് ഈ ഇ-വേ ബിൽ നടപ്പാക്കുന്നത് എന്നതിനെപ്പറ്റി കൃത്യമായ ധാരണകൾ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണാൻ കഴിയുന്നത്? ഒപ്പം തന്നെ നമ്മുടെ ഖജനാവിലേക്ക് എത്ര തുക അധികമായി ലഭിക്കാനുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ വെട്ടിച്ച് കടത്തുന്ന എത്ര കോടി നമ്മുടെ ഖജനാവിലേക്ക് അധികമായി എത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്? ആഭരണ തൊഴിലാളി യൂണിയന്റെ അദ്ദേഹം പ്രതിനിധിയായിട്ടുള്ള ശങ്കർ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇവിടെ പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹോൾമാർക്ക് ചെയ്യുന്ന സ്വർണം എന്ന് പറയുന്നത്, അതിനകത്ത് അല്ലെങ്കിൽ BIS മാർക്ക് ഹോൾമാർക്കിംഗ് എന്ന് പറയുമ്പോൾ അത് വൻകിട ജ്വല്ലറികൾ അല്ലെങ്കിൽ വൻകിട സ്ഥാപനങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് അവിടെ ആ രീതിയിൽ അതിന്റെ ആ കാര്യത്തിലുള്ള ഒരു പരിശോധനയും അവിടെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നടപ്പാക്കുന്നതോടെ മാത്രമാണ് ഈ പറഞ്ഞ കള്ളക്കടത്ത് സ്വർണത്തിന്റെ റൂട്ടിങ്ങിനെ സംബന്ധിച്ച് കുറെ കൂടി ഒരു ട്രാൻസ്പെറൻസി, ഒരു വ്യക്തതയിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിനകത്തൂടെ ഗവൺമെന്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നു. കാരണം ഇനി അങ്ങോട്ട് ഈ കളി പറ്റില്ല, അല്ലെങ്കിൽ സ്വർണ്ണ വ്യാപാരം എന്ന് പറയുന്നത് ഒന്ന് പിടിക്കും എന്നുള്ളത്. കാരണം ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോഴും കേരളം അത് ആവശ്യപ്പെട്ട് നേടുമ്പോൾ കേരള സംസ്ഥാന ഗവൺമെന്റ് ഒരു വ്യക്തമായിട്ടൊരു മെസ്സേജ് അതിലേക്ക് കൊടുക്കുകയാണ്. ഇതുപര്യന്തം ഉണ്ടായിട്ടുള്ള ഒരു സ്വർണ്ണ വ്യാപാരം ആയിരിക്കില്ല, അവിടെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാകണം. മാത്രമല്ല കസ്റ്റമേഴ്സിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ബില്ല് വാങ്ങാതെ നമ്മൾ പോകുന്നു. കാരണം കുറച്ച് കടക്കാർ പറയാറുണ്ട്, ബില്ലില്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇത്രയും നേട്ടം ഉണ്ടാവും, ഇത്ര കുറയും, അതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു സ്ലിപ്പ് എഴുതി വാങ്ങി പോകുന്ന ഒരു സമ്പ്രദായമുണ്ട്. അവിടെ വരുന്ന ഒരു പ്രധാന പ്രശ്നം, ഒരു കൺസ്യൂമർ എന്നുള്ള നിലയിൽ ഒരു അവകാശവും ഈ പറഞ്ഞ സ്വർണത്തിന് മേൽ നമുക്ക് ഉന്നയിക്കാൻ കഴിയില്ല. എന്താന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ബില്ലില്ല. അപ്പോ ആ ബില്ലില്ലാത്തിടത്തോളം സാഹചര്യത്തോളം എന്ത് അതിനകത്ത് മാറ്റിന്റെ കുറവോ കാരറ്റേജിന്റെ കുറവോ എന്തെങ്കിലും തട്ടിപ്പോ, ഇപ്പൊ നമ്മൾ പല സ്ഥലത്ത് കണ്ടു, തൂക്കത്തിൽ വളരെയധികം അതിന്റെ ഉള്ളിൽ പല സാധനങ്ങളും ഇരിക്കുന്നു, യഥാർത്ഥ തൂക്കമായിരുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളും ഒക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്. അതിനൊക്കെതിരെ നമ്മൾ പരാതിപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പ്രോപ്പർ ബില്ല് വേണം. അപ്പൊ പ്രോപ്പർ ബില്ലില്ലാത്ത ഒരു സമയം, അപ്പൊ അതുകൊണ്ട് ഇത് ഗവൺമെന്റ് ട്രാൻസ്പെറന്റ് ആക്കാൻ പോകുന്നു, ഇനി ഇത് സുതാര്യമാക്കാൻ പോകുന്നു, ഇതിൽ കൂടുതൽ കർക്കശമാക്കാൻ പോകുന്നു. നികുതി വെട്ടിച്ചോ അല്ലെങ്കിൽ ആ രീതിയിൽ കൊണ്ടുപോകുന്നതോ ഒന്നും അധികകാലം മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നു. ഒരു സംശയമായിരുന്നു ശ്രീ ജോർജ് ജോസഫ്. അതായത് ഈ കൺസ്യൂമർ ബില്ലും ഇ-വേ ബില്ലും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയുമോ? ഈ ഉപഭോക്താക്കൾക്ക് ഏതെങ്കിലും നിലയിൽ ഏതെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ കൂടുതൽ ഗുണപ്രദമാകുന്ന നിലയിലാണോ ഇ-വേ ബില്ലുകൾ എത്തുക? അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വ്യാപാര മേഖലയെ ബാധിക്കുന്ന കാര്യമല്ലേ? തീർച്ചയായിട്ടും ആണ്. ഇ-വേ ബില്ല് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലും ബന്ധപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞത് പല ജ്വല്ലറികളിലും നടക്കുന്ന ഒരു കാര്യം, ബൾക്കായി വലിയ തോതിൽ നമ്മളെ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ സ്വർണം എടുക്കുമ്പോൾ സംഭവിക്കുന്നത്, അവിടെ 3% ബില്ല് കുറയ്ക്കാം, അപ്പൊ അതുകൊണ്ട് ഇത്രയും രൂപ നിങ്ങൾക്ക് ഇതുണ്ടാവും, അപ്പൊ ബില്ല് വരില്ല എന്നുള്ളൊരു സമ്പ്രദായമുണ്ട്. അപ്പോ ആ ബില്ല് അവിടെയും ബില്ല് കൃത്യമായി കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന സമ്പ്രദായത്തിലേക്ക് വരുന്നതോടുകൂടിയാണ് ഇത് എഫക്റ്റീവ് ആവുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ 3% GST എന്ന് പറയുന്നത് നഷ്ടമാകുന്നതിന്റെ ഒരു കാരണം, ഞാൻ ആദ്യമേ സൂചിപ്പിച്ച കേരളത്തിലെ സ്വർണ്ണ വ്യാപാരവും നികുതിയും തമ്മിൽ ഒരു പൊരുത്തമില്ലാതെ വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ബില്ലില്ലാതെ നടക്കുന്ന കച്ചവടത്തിന്റെ ഫലമായിട്ടാണ്. അപ്പൊ ഇ-വേ ബില്ല് കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാൽവയ്പ്പാണ്. കാരണം അത് ഒന്ന്, അതിനെ നമുക്ക് അതിന്റെ റൂട്ട് ചെക്ക് ചെയ്യാനും അതിന്റെ മൂവ്മെന്റ് കൃത്യമായി മനസ്സിലാക്കാനും എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഒക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക്, ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അത് മാറുകയാണ്. അവിടെ ഇതൊരു തുടക്കമാണ്. ഒരു പരിധിവരെ ഇതിനെല്ലാം കർബ് ചെയ്യാൻ കഴിയും, എല്ലാ തരത്തിലും കള്ളക്കടത്തും കള്ളസ്വർണവും അതിനകത്തുള്ള ഹവാല ട്രാൻസാക്ഷൻ ഒക്കെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതിനകത്ത് അർത്ഥമില്ല. പക്ഷെ അതിനൊരു തുടക്കമാണ്. അതൊരു മെസ്സേജ് ക്ലിയർ ആയിട്ട് കസ്റ്റമേഴ്സിനും ഇടപാടുകാർക്കും ഈ സ്വർണ്ണ വ്യാപാരികൾക്കും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഒരു ക്ലിയർ മെസ്സേജ് കൊടുക്കുന്നു. ഗവൺമെന്റ് അതിനകത്ത് കർക്കശമായി ഇടപെടാൻ പോകുന്നു എന്നുള്ളതാണ്. ഗവൺമെന്റിന്റെ നയം ഈ കള്ളക്കടത്തിനെ സംബന്ധിച്ചിടത്തോളം, സ്വർണ്ണ വ്യാപാരത്തിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായത് വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. അതാണ് ഞാൻ മഹാരാഷ്ട്രയുടെ ഗുജറാത്തിന്റെ ഒക്കെ കാര്യം എടുത്തു പറഞ്ഞത്. അവരെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ അതിനകത്ത് ഒളിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രശ്നം. എന്തിനാണ് ഇത് എതിർക്കുന്നത്?
അത് സുരക്ഷിതത്വത്തിന്റെ പേര് പറഞ്ഞ് എതിർക്കേണ്ട കാര്യമില്ല. സ്വർണ്ണ സുരക്ഷിതമായിട്ടേ കൊണ്ടുപോകുള്ളൂ. അത് വലിയ തോതിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തോക്കുപയോഗിച്ച ആയുധധാരികളായ അതിന്റെ സെക്യൂരിറ്റി ഒക്കെ അടക്കമുള്ള ആളുകളെ കൊണ്ടേ പോകാറുള്ളൂ. അപ്പൊ സുരക്ഷിതത്വം എന്ന് പറയുന്നത് വെറും ഒരു വളരെ വേഗമായിട്ടുള്ള ഒരു വിമർശനം മാത്രമാണ്. സുരക്ഷിതത്വം സ്വർണ്ണ മേഖലയിലെ നികുതി വെട്ടിപ്പ് തടയാൻ വേണ്ടിയുള്ള നടപടികൾ തന്നെ കർശനമാക്കാനാണ് സർക്കാർ ഇത്തരം ചുവടുകൾ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ വേൾഡ് വിശ്വകർമ്മ കൗൺസിലിന്റെ പ്രതിനിധി കൂടിയായ വിനീത് കൂടി നമുക്കിപ്പം ടെലിഫോൺ ചെയ്യുകയാണ്. ശ്രീ വിനീത്, കേൾക്കുന്നുണ്ടോ? ഹലോ വിനീത്, കേൾക്കാമോ? കേൾക്കണ്ട. അതായത് ഇവിടെ ചർച്ച ചെയ്തത് ഇപ്പൊ ഇ-വേ ബില്ല് വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ ആഭരണ നിർമ്മാണ മേഖലയിലെ പ്രതിനിധി ശങ്കർ പറഞ്ഞത് ഹോൾമാർക്ക് മേഖലയുമായി ബന്ധപ്പെടുത്തി നിയന്ത്രണങ്ങൾ ഉണ്ടാകണം, സർക്കാരിൻ്റെ പരിശോധനകൾ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായും തടയാൻ കഴിയുകയുള്ളൂ, നികുതി വെട്ടിപ്പും കള്ളക്കടത്തും തടയാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. വിനീത് എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്? ഈ സ്വർണ്ണ വെട്ടിപ്പ് ഏത് നിലയിലാണ് നമ്മുടെ ഇടയിൽ നടക്കുന്നതും നികുതി വെട്ടിപ്പ് ഉണ്ടാകുന്നതും? ഇപ്പോൾ ജോർജ് ജോസഫ് ചൂണ്ടിക്കാണിച്ചിരുന്നു ബില്ലുകളിൽ കൃത്രിമം കാണിക്കുന്നത്, ടാക്സ് അടയ്ക്കാതെ കച്ചവടം നടത്തുന്ന രീതി വരെ ഉണ്ട്. ഞാൻ വ്യക്തമായിട്ട് കേട്ടു. ഇതില് ശങ്കർ സാർ പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റിനോടാണ് ഞാൻ യോജിച്ചു പോകുന്നത്. ആക്ച്വലി ഇത് ഇവിടെ ഇ-വേ ബില്ല് വരുന്നത് വന്നിട്ട് ഒരു മാനുഫാക്ചർ യൂണിറ്റിൽ നിന്ന് മറ്റൊരു പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന്റെ എത്രയാണോ അതിന് വ്യക്തമായിട്ടുള്ള രീതിയിൽ HSN കോഡിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ട്രാക്കിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ 100% നമുക്ക് സർക്കാരിലേക്ക് നികുതി വരാവുന്ന ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഇപ്പോൾ സ്മഗ്ലിംഗ് ഗോൾഡ് പിടിക്കാൻ ഈ ഇ-വേ ബിൽ സഹായകരമല്ല എന്നാണോ പറയുന്നത്? അതായത് ഈ സ്വർണം ആഭരണത്തിന് മാത്രമല്ല വരുന്നത്, ഇപ്പോൾ UAPA അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്, തീവ്രവാദ ബന്ധം അടക്കം സംശയിക്കുന്ന ഘട്ടമാണ്. ആ മേഖലയിൽ അല്ലെങ്കിൽ മെറ്റൽ കറൻസിയായി യൂസ് ചെയ്യുന്ന ഒരു നിലയിൽ സ്വർണം ഉപയോഗിക്കുമ്പോൾ അത്തരം ഇടപാടുകൾ തടയാൻ ഇ-വേ ബിൽ സഹായിക്കില്ല. അതായത് മാഫിയ അവരുടെ പിന്നാമ്പുറ ഇടപാടുകൾ അത് ഇ-വേ ബിൽ സിസ്റ്റം വന്നാലും തുടരുമെന്ന് തന്നെയാണോ? അത് തീർച്ചയായിട്ടും ഇ-വേ ബിൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ലീഗലായിട്ടുള്ള ഒരു പ്രൊസീജിയർ. ഇപ്പൊ എങ്ങനെയാണ് ഇ-വേ ബില്ലിലേക്ക് വന്നിട്ട് നമ്മളൊരു പ്രൊഡക്ഷൻ അക്കൗണ്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എങ്ങനെയായാലും ഒരു സോഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സോഴ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റിനാണ് ഇത് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തു ഇത് മറ്റൊരു സ്ഥലത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനാണ് ഇവിടെ സോഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് സിസ്റ്റത്തിന് പിന്നെയും ഒരു വിപുലീകരിക്കുന്നു. അത്രമാത്രമാണ് ഇ-വേ ബില്ല് കൂടെ ചെയ്യുന്നുണ്ടോ? പക്ഷെ സോഴ്സ് ഇല്ലാത്ത ഒരു അമൗണ്ടിനെ എങ്ങനെയാണ് നമ്മൾ ട്രാക്കിംഗ് ചെയ്യാം? അതാണ് ഇവിടെ ചോദ്യം. അതിന് ഇ-വേ ബില്ല് കൊണ്ട് നമുക്ക് സാധിക്കില്ല. കാരണം അതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഗോൾഡ് എല്ലാതും വന്നിട്ട് മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്നത് ജ്വൽസിന്റെ അടിസ്ഥാനത്തിനാണ്. ജ്വല്ലറിയിലേക്ക് ഓരോ ജ്വൽസിന് വന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് 2021 വന്നിട്ട് പുതിയ റൂള് വരാൻ പോകുന്നുണ്ട്. എല്ലാ ഓർണമെന്റ്സിനും ഹോൾമാർക്ക് ഇല്ലാത്ത ഓർണമെന്റ്സുകൾ സെയിൽ ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് പുതിയൊരു റൂൾ വരുന്നത്. ഈ റൂളിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ജ്വൽസ് ഏതൊരു ഓർണമെന്റ്സ് എടുക്കുകയാണെങ്കിൽ അത് ഹോൾമാർക്ക് കമ്പൽസറി ആയിട്ട് വേണം. ആ ഒരു സിസ്റ്റം വരുമ്പോൾ ഇവിടെ ഹോൾമാർക്ക് സെന്ററുകളിൽ വന്നിട്ട് വ്യക്തമായിട്ടുള്ള അക്കൗണ്ട് സിസ്റ്റം വിത്ത് ഗവൺമെന്റിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് നികുതി വെട്ടിപ്പ് തടയാൻ സാധിക്കും. കാര്യങ്ങൾ വ്യക്തമാണ് ശ്രീ വിനീത്. എന്തായാലും മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ MB അഹമ്മദ് കൂടി ഈ ഘട്ടത്തിൽ ടെലിഫോണിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ MB അഹമ്മദ്, ഞങ്ങൾ മിനിസ്റ്ററെ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണ്ട് ലഭ്യമായില്ല. അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു. കേരളം ഇ-വേ ബിൽ നടപ്പാക്കാൻ പോകുന്നു എന്നാണ്. GST ഉപകൗൺസിലിൽ അതിന് തീരുമാനമായി. അടുത്ത കൗൺസിലിൽ ഈ ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്യും. കേരളം മാത്രമാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഗുജറാത്തും മഹാരാഷ്ട്രയും ബീഹാറും ഉൾപ്പെടെ കേന്ദ്രവും അടക്കം വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് കേരളം ഇങ്ങനെ ഒരു ചുവടുവെപ്പ് നടത്തിയത്. ഈ ഒരു സ്വർണ്ണ വ്യാപാരി എന്ന നിലയിൽ സർക്കാരിൻ്റെ നിലപാടുകളെ എങ്ങനെയാണ് കാണുന്നത്? ആദ്യം പ്രതികരണം എങ്ങനെ? തീർച്ചയായിട്ടും ഒരു നല്ല കാൽവെപ്പായിട്ട് ധീരമായ ഒരു നടപടിയായിട്ട് കേരള സർക്കാരിന്റെ ഒരു ധീരമായ നടപടി ഇന്ത്യക്ക് മൊത്തം മാതൃകാപരമായ ഒരു നടപടിയായിട്ടാണ് ഇ-വേ ബില്ല് സ്വർണ്ണ വ്യവസായ വ്യാപാര രംഗത്ത് കൊണ്ടുവരാൻ ഡോക്ടർ തോമസ് ഐസക് തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കള്ളക്കടത്തിനെയും അൺഅക്കൗണ്ട് ബിസിനസിനെയും ഒരു പരിധി വരെ കുറയ്ക്കാൻ നമുക്ക് ഇതിനെ കൊണ്ട് സാധിക്കും. പക്ഷെ പൂർണ്ണമായിട്ടും നമ്മുടെ സുഹൃത്ത് തൊഴിലാളി സുഹൃത്ത് പറഞ്ഞ മാതിരി ഹോൾമാർക്കിംഗ് സെന്ററും ട്രാക്കിംഗ് വരണം, എല്ലാ രീതിയിലുള്ള ട്രാക്കിംഗ് വരണം. ഇ-വേ ബില്ല് വളരെ നല്ലതാണ്. ഇ-വേ ബില്ല് നടത്താൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ഞങ്ങളൊക്കെ തന്നെയും ഇപ്പം ഒരുപാട് സ്വർണ്ണങ്ങൾ എല്ലാ ബ്രാഞ്ചിലേക്കും ഷോറൂമിലേക്കും ബോംബെയിൽ നിന്നും ഇവിടെ നിന്നും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയക്കുന്നത് കൊറിയറിൽ നിന്നാണ്. കൊറിയർ ഇൻക്ലൂഡിങ് ഇൻഷുറൻസ് വിത്ത് ബില്ല് കൊറിയറിൽ അയച്ചാണ് യാതൊരു ബുദ്ധിമുട്ടില്ല. 45 പൈസ പെർ ഗ്രാമ വരുന്നുള്ള എക്സ്പെൻസ്.
ഒരാൾ പോയി കൊടുക്കുന്നതിനെക്കാട്ടും വളരെ ചുരുങ്ങിയ ചെലവാണ് വരുള്ളൂ. അതിന് ഇ വേ ബില്ലുകൾ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല, വളരെ നല്ലതാണ്. ഇ വേ ബില്ല് വളരെ പ്രാക്ടിക്കലാണ്. അതോടൊപ്പം തന്നെ ഈ ഗവേണിംഗ് സിസ്റ്റം, എല്ലാ രീതിയിലുള്ള ഈ ഗവേണിംഗ് സിസ്റ്റവും കസ്റ്റമറെ ബോധവൽക്കരിക്കും. നേരത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ മാതിരി കസ്റ്റമറെ ബോധവൽക്കരിച്ചുകൊണ്ട് കസ്റ്റമർ ബില്ല് മാണിക്കാൻ കസ്റ്റമർ കൂടി ഇൻട്രസ്റ്റ് കാണിക്കണം. ഇപ്പം ബില്ല് വേണ്ട എന്ന് പറയുന്നത് കസ്റ്റമറാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് കസ്റ്റമറിന് ബില്ല് മാണിക്കാനുള്ള ഗുണങ്ങളും അതിന്റെ സംരക്ഷണവും എല്ലാം തന്നെ ഗവൺമെന്റ് വ്യക്തമാക്കേണ്ടതുണ്ട്. നാട്ടിനെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വരുമാനം എന്ന് പറയുന്നത് നികുതിയാണ്. ഇത് ചോർത്തിക്കൊണ്ടുപോകുന്നത് ഇന്റർനാഷണൽ മാഫിയകളാണ്. ആ മാഫിയകളിലേക്ക് പോവാതെ രാജ്യത്തിന്റെ സർക്കാരിന് കിട്ടുകയും രാജ്യം സമ്പന്നമായി ഇരിക്കുകയും വികസന പ്രവർത്തനങ്ങൾ രാജ്യത്ത് വരണമെങ്കിൽ നികുതി കൃത്യമായ രീതിയിൽ കിട്ടണം. നികുതി വെട്ടിപ്പ് പൂർണ്ണമായിട്ടും തടയണമെങ്കിൽ ഈ ഗവേണിംഗ് സിസ്റ്റം പൂർണ്ണമായിട്ടും ഈ ബില്ല് എല്ലാ രീതിയിലും ഗവൺമെന്റ് ഉദ്ദേശിച്ചാൽ സ്റ്റേറ്റിന്റെയും സെൻട്രലിൽ ഇപ്പൊ ഈ എല്ലാ രാജ്യത്തും ഞങ്ങൾക്ക് ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ് ഉണ്ട്. നികുതി വെട്ടിപ്പ് പല രാജ്യത്തുള്ള കള്ളക്കടത്തില്ല. അതിന് അതിൻ്റെതായ ഗവൺമെന്റ് പൂർണ്ണമായിട്ടുള്ള ഗവേണിംഗ് സിസ്റ്റം. ആ ഗവേണിംഗ് സിസ്റ്റം എന്നിട്ട് നമ്മുടെ അടുത്ത കൺട്രിയായ സിംഗപ്പൂർ തന്നെ നോക്കിയാൽ കംപ്ലീറ്റ് ഈ ഗവേണിംഗ് ആണ്. ഒരു സ്വജനപക്ഷപാതോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ അഴിമതിയോ ഒന്നും നടക്കുന്നില്ല. ഇവിടെ ഇതിനെല്ലാത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഉദ്യോഗസ്ഥന്മാർ അഴിമതികൾ ഒരുപാടാണ്, സ്വജനപക്ഷം ഒരുപാടാണ്. ഈ ഉദ്യോഗസ്ഥന്മാരും കൂടി കൂട്ടി നിന്നുകൊണ്ടാണ് ഈ കള്ളക്കടത്തും ഈ അൺഅക്കൗണ്ട് ബിസിനസ്സും ഒരു വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ നടന്നത്. ഒരു എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും പറയാൻ പറ്റില്ല, വളരെ ചെറിയൊരു വിഭാഗം. അത്ര മതിയല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ചെറിയ വിഭാഗം ആൾക്കാർ ഉദ്ദേശിച്ചാൽ തന്നെ സിസ്റ്റം പൊട്ടിക്കാൻ പറ്റും. ഈ മേഖലയിൽ അറിയുന്ന ആൾ എന്ന നിലയിൽ ഈ ഗുജറാത്തും മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെ എന്തുകൊണ്ടാവും ഈ ഇ വേ ബിൽ വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നത്? അവർ ഇതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് വീക്ഷിക്കുന്നത് ശ്രീ എം പി അഹമ്മദ്? തീർച്ചയായിട്ടും ഗുജറാത്ത്, മാർവാഡ് അവിടങ്ങളിലാണ് ഇതിന്റെ മെയിൻ ബിസിനസ്, ഹോൾസെയിൽ ഗോൾഡിന്റെ ആൾക്കാരൊക്കെ ഉള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന്റെ ബോധം. ഇതൊരു കേരളത്തിലെ പ്രധാന ബിസിനസ്സാണ് ജ്വല്ലറി. കേരളത്തിന്റെ GDPന്റെ നല്ലൊരു ശതമാനം, 10-12% വരുന്നത് ജ്വല്ലറി ബിസിനസ്സാണ്. കേരളത്തിന് വരുമാനം ഇങ്കുവാണ്. മറ്റ് സ്റ്റേറ്റുകൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇൻഡസ്ട്രികളും മറ്റു വരുമാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവർക്ക് എന്തോ താല്പര്യങ്ങൾ കാണാം, എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റേറ്റും സെൻട്രൽ ഭരിക്കുന്ന ഗവൺമെന്റിന് യാതൊരു താല്പര്യമില്ലെങ്കിൽ 100% ക്ലാരിറ്റിയോട് കൂടി നടക്കും. ഒരു നികുതി വെച്ചിട്ടും നടക്കൂല. ഏത് ഗവൺമെന്റ് ആയാലും, ഏത് സ്റ്റേറ്റ് ആയാലും സെൻട്രൽ ആയാലും പൂർണ്ണമായിട്ടും ക്ലാരിറ്റിയോട് കൂടി രാജ്യത്ത് നികുതി കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ അത് പല രാജ്യത്തും ഞങ്ങൾ കാണുന്നുണ്ട്. പല രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവിടെയുള്ള ട്രാക്കിംഗ് സിസ്റ്റം സംവിധാനങ്ങൾ ഇപ്പൊ വളരെ പെർഫെക്റ്റ് ആണ്. ഈ മാനുഫാക്ചറിംഗ്, ഇവിടെ തന്നെ എത്ര മാനുഫാക്ചറിംഗ് സെന്റർ ഉണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞു, ഈ കേരളത്തില് തൃശ്ശൂർ മാത്രം 18,000 ബംഗാളി തൊഴിലാളികളായിരുന്നു ലോക്ക്ഡൌണിന് മുമ്പിൽ വർക്ക് ചെയ്ത്. 10,000 കേരള തൊഴിലാളികൾ, 10-28,000 എന്ന് പറഞ്ഞാൽ 100-700 കിലോ ഡെയിലി അവിടെ മാനുഫാക്ചറിംഗ് ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ. ഇപ്പം തൃശ്ശൂർ മാത്രം പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള മാനുഫാക്ചറിംഗ് സെന്റേഴ്സ് ഉണ്ട്. ഗവൺമെന്റ് കയ്യിൽ പോലും അത്ര കണക്കില്ല. ഏതൊക്കെ ഉണ്ട്? ഒരു 100% ഒരു ലൈസൻസോ ഒരു പെർമിറ്റോ എടുക്കാതെ സ്വർണം ഒരുക്കി ആഭരണമായി മാറ്റുന്ന ഒരുപാട് സെന്ററുകൾ കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ ഹോൾമാർക്കിംഗ് സെന്ററുകൾ ഉണ്ടെങ്കിലും ഹോൾമാർക്കിംഗ് സെന്ററുകൾ പൂർണ്ണമായിട്ടും അടയാളപ്പെടുത്താതോ റെക്കോർഡ് ചെയ്യാതോ അൺഅക്കൗണ്ടഡ് ഹോൾമാർക്ക് ചെയ്യുന്ന എത്ര ഹോൾമാർക്കുകളുണ്ട്. ഇതെല്ലാം പെർഫെക്റ്റ് ആവണമെങ്കിൽ ഗവൺമെന്റ് എല്ലാ രംഗത്തും ഷോറൂം പരിശോധിക്കണം, മാനുഫാക്ചറിംഗ് സെന്റർ പരിശോധിക്കണം, ഹോൾമാർക്കിംഗ് സെന്റർ പരിശോധിക്കണം, ഗോൾഡിന്റെ മൂവിംഗ് പരിശോധിക്കണം, കള്ളക്കടത്ത് പരിശോധിക്കണം. എല്ലാ രംഗത്തും സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളും പരിശോധിക്കാനുള്ള സിസ്റ്റം ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്യും. ശ്രീ എം പി അഹമ്മദ്, ഇവിടെ ചില സംശയങ്ങൾ കൂടി വരികയാണ്. ഈ സോഴ്സ് ഇല്ലാതെ എത്തുന്ന സ്വർണ്ണവും ഉണ്ടാവും, മെറ്റൽ കറൻസി പോലെയുള്ള ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ചർച്ചയാകുന്ന തീവ്രവാദ ബന്ധത്തിന് ഉൾപ്പെടെ ഉപയോഗിക്കുന്നു എന്നൊക്കെ സംശയം ഉയരുന്ന ചില ഘടകങ്ങളുണ്ട്. ഈ വേ ബിൽ നടപ്പാക്കിയാൽ അത്തരം മേഖലകൾക്ക് ഒരു തടയിടാനാകുമോ? അത്തരം ഈ മാഫിയ ഇടപാടുകൾക്ക് താഴെ വീഴാനുള്ള സാധ്യത ഉണ്ടാകുമോ? ഒപ്പം തന്നെ കേരളം മാത്രം ഇത് നടത്തിയാൽ എന്ത് ഗുണമാണ് ഉണ്ടാകുക? മറ്റ് സംസ്ഥാനങ്ങളിലൂടെയും ഈ സ്വർണ്ണക്കടത്ത് നടക്കില്ലേ? ഒരിക്കലും നിങ്ങൾ പറഞ്ഞ 100% ശരിയാണ്. കേരളം മാത്രം നടത്തിയാൽ മതിയാവില്ല. അതുപോലെ തന്നെ കള്ളക്കടത്ത് തടയാൻ ഈ വേ ബില്ല് പൂർണ്ണമായിട്ട് ഒരു ഒന്നല്ല. ഇത് സ്റ്റേറ്റിന്റെ അകത്തുള്ള മാത്രമാണ്, സ്റ്റേറ്റിന്റെ അകത്തുള്ള മൂവിങ് മാത്രമാണ് ഈ വേ ബില്ല് പരിശോധന കൂടുതൽ ചെറിയ ഒരു ഷോക്ക്. അതിനേക്കാളും കൂടുതൽ അധികാരങ്ങളും പരിശോധന സംഘടനകളൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് കൂട്ടുനിന്നുകൊണ്ടാണ് കേരളത്തിൽ ഏതാണ്ട് 20 മുതൽ 30% താഴെയാണ് അക്കൗണ്ടിംഗ് ബിസിനസ് ഇപ്പം നടക്കുന്നുള്ളൂ. വർഷങ്ങളായി ഞങ്ങൾ ഉറക്കെ പറയുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് തന്നെ വളരെ വ്യക്തമായിട്ടും പറയാം, കേരളത്തിലെ മൊത്തം കേരള സ്റ്റേറ്റിന് കിട്ടുന്ന ടാക്സിന്റെ 600 കോടി 200 കോടി ഏതാണ്ട് 30%-33% ഞങ്ങളാണ്. ഞങ്ങൾക്ക് മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 3 മുതൽ 5 വരെ ശതമാനം മാർക്കറ്റ് ഷെയർ ഉള്ളൂ.
ഇപ്പൊ 33% ടാക്സ് GST കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾ അടയ്ക്കുന്നുണ്ട്. ഏതാണ്ട് 30% മേലെ അടിക്കുന്നത് ഞങ്ങളാണ്. അപ്പൊ ഞങ്ങൾക്കറിയാം ഇവിടെ ആരൊക്കെ വെട്ടിക്കുന്നു, എന്തൊക്കെ വെട്ടിക്കുന്നു, സർക്കാരിനറിയാം, ഉദ്യോഗസ്ഥന്മാർക്കറിയാം. പൂർണ്ണമായും ഒരു ക്ലാരിറ്റിയോട് കൂടിയുള്ള പരിശോധനകൾ ശക്തമാക്കി കഴിഞ്ഞാൽ ഇല്ലാതാക്കാൻ പറ്റും. കള്ളക്കടത്ത് ഇല്ലാതാവണമെങ്കിൽ ഈ ബുള്ളിയൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ കറൻസി അല്ല ഹാർഡ് കറൻസി അല്ലെങ്കിൽ മെറ്റൽ കറൻസി എന്ന് പറയുന്ന ഗോൾഡിന്റെ മുകളിൽ ഈ ഡ്യൂട്ടി ഇല്ലാതാക്കാം. എന്നാലേ കള്ളക്കടത്ത് ഇല്ലാതാവും. അത് എന്നിട്ട് GST 3% ഇപ്പം 10%, 12%, 8% ആക്കിയിട്ട് അതിന്റെ ഷെയറിങ് സ്റ്റേറ്റും സെൻട്രൽ കൂടി ചെയ്യുക, ട്രാക്കിങ് വരിക, മാനുഫാക്ചറിങ് മുതൽ കസ്റ്റമറെ ബോധവൽക്കരിക്കുക. കസ്റ്റമറെ ബില്ല് ഉണ്ടെങ്കിൽ മാത്രമേ പണയം വെക്കാൻ എടുക്കാൻ പാടുള്ളൂ. പണയം എടുക്കുന്നിടത്ത് നീ ബില്ല് ചോദിക്കണം. എല്ലാ സ്ഥലത്തും ഒരുപാട് സ്വർണം പണയത്തിനെടുക്കുന്നുണ്ട്. വിൽക്കുമ്പോൾ ബില്ല് ചോദിക്കണം. എവിടെ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കളവ് കേസ് പോലീസ് സ്റ്റേഷനിൽ വന്നാൽ ബില്ല് വേണം. ഒരുപാട് കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് പറ്റുമല്ലോ. ഇപ്പം എല്ലാ ജ്വല്ലറികളിലും ക്യാമറ വെക്കാൻ നിർബന്ധിക്കണം. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇവരെത്ര ആൾക്കാർ വരുന്നു പോകുന്നു പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. സർക്കാർ ഉദ്ദേശിച്ചാൽ 100% ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റും. 100% ക്ലാരിറ്റി കിട്ടിയാൽ 3 ടൈംസ് ഈ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള 3 ടൈംസ് 4 ടൈംസ് ടാക്സ് സർക്കാരിന് കിട്ടും. യാതൊരു സംശയവുമില്ല. വലിയ രീതിയിൽ വെട്ടിക്കുന്നതുകൊണ്ട് ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി വെട്ടിക്കുന്നത് കൊണ്ട് പൂർണ്ണമായിട്ടും ലാഭം ഉണ്ടാക്കുന്നത് ഇന്റർനാഷണൽ മാഫിയകളാണ്. ലോക്കൽ മാഫിയ എന്ന് പറയുന്ന ചെറിയ കമ്മീഷൻ കിട്ടുന്നുള്ളൂ. ഇവർക്കെല്ലാം ചെറിയ കമ്മീഷനുള്ളൂ. 12% ഏതാണ്ട് 10-11% പോകുന്നത് അധോലോകം ഉണ്ട്, ഇന്റർനാഷണൽ അധോലോകം ഉണ്ട്, അവർക്കാണ് പോകുന്നത്. ഇവിടെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്കും കച്ചവടക്കാർക്കും വളരെ ചെറിയ പെർസെന്റേജ് കിട്ടുന്നുള്ളൂ. ഇത് കസ്റ്റമേഴ്സിന് ബില്ലില്ലാത്തത് കൊണ്ട് 3% GST ഇപ്പൊ കസ്റ്റമേഴ്സിനെ ബോധവൽക്കരിക്കുക എന്നുള്ള ഉത്തരവാദിത്വവും കച്ചവടക്കാരും ഗവൺമെന്റും ഏറ്റെടുക്കണം. ഇപ്പൊ കസ്റ്റമേഴ്സിന് ഇത് ബില്ല് മേടിച്ചിട്ടില്ലെങ്കിൽ നാളെ ഞാനും കുടുങ്ങും. എന്റെ കല്യാണത്തിനായാലും എന്റെ ആവശ്യത്തിനായാലും ബില്ല് മേടിക്കുക എന്നുള്ളത് എല്ലാ കസ്റ്റമേഴ്സും ആഗ്രഹിക്കണം. അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഗവൺമെന്റിന്റെ ഭാഗത്ത് കൊണ്ടുവരണം. 1 ഗ്രാം സ്വർണത്തിന് ഏതാണ്ട് 5000 രൂപ ഉണ്ടെങ്കിൽ 3% എന്ന് പറഞ്ഞാൽ 150 രൂപയായി. 10 ഗ്രാമിന് 1500 രൂപയായി. അപ്പോൾ സാധാരണഗതിയിൽ ആൾക്കാർ ബില്ല് വേണ്ട എന്ന് പറയാൻ അവരെ ഇതിന്റെ കൊടുത്ത് ഞാൻ എന്റെ കയ്യിൽ നിന്ന് പോകുന്ന ടാക്സാണ്. അപ്പം ബില്ലില്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ കൈകാര്യം ചെയ്യാൻ പറ്റൂല, വിൽക്കാൻ പറ്റില്ല, വീട്ടിൽ പരിശോധിക്കാൻ ഞങ്ങൾ പരിശോധിക്കേണ്ടി വരും. കസ്റ്റമറെ അടക്കം പരിശോധിക്കുന്ന സിസ്റ്റത്തിലേക്ക് സർക്കാർ വന്നാൽ, അത് ബോധവൽക്കരണം ഉണ്ടായാൽ, നിർബന്ധിച്ചാൽ ഈ അൺഅക്കൗണ്ട് ബിസിനസ് ഇല്ലാതാവും. അതോടുകൂടി ഒരുപാട് മാഫികൾ ഇല്ലാണ്ടാവും. ഗവൺമെന്റ് അഡ്മിൻ ലെവൽ തന്നെ ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. ഒരുപാട് മാഫികൾ വളർന്നു വരുന്നത് കള്ളക്കടത്ത് രംഗത്തുനിന്നാണ്. അത് തന്നെയാണ്. എന്തായാലും സർക്കാർ തലത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാകണം. ഉപഭോക്താക്കളെ ഉൾപ്പെടെ ബോധവൽക്കരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടിയാണ് ശ്രീ MB അഹമ്മദ് ചൂണ്ടിക്കാണിച്ചതിന്. വളരെ നന്ദി. ഈ അവസരത്തിൽ ഞങ്ങളോട് ടെലിഫോണിൽ പ്രതികരിച്ചതിന് ശ്രീ MB അഹമ്മദ്. മറ്റുള്ള അതിഥികളിലേക്ക് വളരെ വേഗം മടങ്ങിയെത്താൻ ഒരു ചെറിയ ഇടവേള കൂടി അനിവാര്യമാണ്. ഇടവേളയിലേക്ക്. സ്വർണത്തിന് E-way ബിൽ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് വാർത്തയ്ക്കപ്പുറം ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. വിവിധ മേഖലകളിലുള്ള ആളുകൾ നമുക്കിപ്പോൾ ഉണ്ട്. സാമ്പത്തിക രംഗത്തെ വിദഗ്ധൻ കൂടിയായ ജോർജ് ജോസഫ് ഉണ്ട്. ഒപ്പം തന്നെ ആഭരണ നിർമ്മാണ മേഖലയിലെ പ്രതിനിധികൾ കൂടി നമുക്കുണ്ട്. ശ്രീ ശങ്കറിലേക്ക് പോകുന്നു. ശ്രീ ശങ്കർ, എങ്ങനെ കാണാൻ കഴിയുന്നു E-way ബിൽ വരുന്നത് തൊഴിലാളികളെ സംബന്ധിച്ച് എത്രത്തോളം സ്വാഗതാർഹമാണ്? ഒരുപക്ഷേ ഈ E-way ബിൽ ഇല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു തൊഴിലാളികൾ? പല മേഖലയിൽ നിന്ന് സ്വർണം ലഭിക്കുന്ന ആളുകളാണ്, അത് പിന്നെ ആഭരണമാക്കി തിരികെ കൈമാറ്റം ചെയ്യുന്ന ആളുകളാണ്. ഏതെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? എത്രത്തോളം നിങ്ങൾക്ക് സ്വാഗതം ചെയ്യാൻ കഴിയുന്നുണ്ട് ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ? ബഹുമാനപ്പെട്ട കേരള ഫിനാൻസ് മിനിസ്റ്റർ സാറ് തോമസ് ഐസക് സാറ് ഈ ബില്ലിനെ സ്വാഗതം ചെയ്തതിനെ ഏറ്റവും കൂടുതൽ, സാറിനേക്കാൾ കൂടുതൽ സ്വാഗതം ചെയ്യുന്നത് ആഭരണ തൊഴിലാളികളാണ്. എന്തായാലും ഈ സ്വർണം ഇത്രയും കാലം ഈ ശിവശങ്കരും സ്വപ്നയും ഒക്കെ എല്ലാം കൂടെ ചേർന്ന് ഈ കള്ളക്കടത്തൊക്കെ നടത്തി ഈ സ്വർണത്തിന് എത്രത്തോളം ഇതാക്കിയപ്പോൾ സ്വർണത്തിന് യഥാർത്ഥ കണക്ക് വരണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ E-way ബില്ല് വന്നിരിക്കുന്നത്. ആ ബില്ല് വരുന്നതിനെ തോമസ് ഐസക് സാറ് സ്വാഗതം ചെയ്തതിനെ ഞങ്ങൾ 100% അഭിനന്ദിക്കുകയാണ്. അതോടുകൂടി തന്നെയാണ് ഇതിൻ്റെ കൂടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുകൂടെ ഫിനാൻസ് വകുപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഈ ആഭരണ മേഖലയിലെ കിട്ടുന്ന നികുതി കറക്റ്റായിട്ട് സർക്കാരിന് കിട്ടുകയും ചെയ്യും. ഈ സർക്കാരിന് കിട്ടുന്ന നികുതി കൊണ്ട് ആ നികുതിയിൽ നിന്ന് കിട്ടുന്ന ഈ ആഭരണ പണിയുന്ന ഈ തൊഴിലാളികൾ, ഈ പാവപ്പെട്ട ഈ സാധാരണ തൊഴിലാളികൾ, ഇന്നും വളരെ ദാരിദ്ര്യത്തിലേക്ക് കഴിയുന്ന തൊഴിലാളികളാണ് ഈ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ. വൻകിടക്കാർ വന്നു ഇഷ്ടം പോലെ അവർ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ആഭരണം നിർമ്മിക്കുന്നു. ഇവിടെ ഇഷ്ടം പോലെ അവരുടെ ഹാൾമാർക്കിംഗ് സെല്ലിൽ ഹാൾമാർക്കിംഗ് ചെയ്യുന്നു, അവർ വിൽക്കുന്നു. അത് കാരണം തൊഴിൽ നഷ്ടപ്പെട്ടത് കേരള സംസ്ഥാനത്തിലെ പരമ്പരാഗത ആഭരണ തൊഴിലാളികൾക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടത്. ആ തൊഴിൽ നേടിയെടുക്കാനായിട്ട് ഈ
സമ്പ്രദായം ശരിയായിട്ട് നികുതി കറക്റ്റായിട്ട് അടയ്ക്കുന്ന തൊഴിലാളികൾ ഇ-വേ ബില്ല് വഴി വന്ന് യഥാർത്ഥ ഹാൾ മാർക്കിംഗ് സെൻറ്ററിൽ പോയി സർക്കാരിൻ്റെ അംഗീകാരത്തോടു കൂടി ഹാൾ മാർക്കിംഗ് സെൻറ്ററിൽ ഹാൾ മാർക്കിംഗ് ചെയ്ത് വിൽക്കുന്ന ആഭരണങ്ങളാണെങ്കിൽ അതിൻ്റെ നികുതി യഥാർത്ഥമായിട്ട് സർക്കാരിന് കിട്ടുകയും ചെയ്യും. ആ നികുതിയിൽ നിന്ന് ഈ തൊഴിലാളികളുടെ ആനുകൂല്യം കിട്ടുകയും ചെയ്യും. ഈ ആഭരണ തൊഴിലാളികളുടെ ക്ഷേമനിധി ഈ സർക്കാരാണ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആഭരണ തൊഴിലാളിക്ക് വേണ്ടി ഒരു ക്ഷേമനിധി രൂപീകരിച്ച് അതിനെ പൂർവാധികം ഭംഗിയായിട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ മുതലാളിമാർ ഈ ബഹുമാനപ്പെട്ട ഈ അഹമ്മദ് സാറ് തന്നെയാണ്, അഹമ്മദ് സാറിൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഈ ആഭരണ തൊഴിലാളികൾക്ക് വേണ്ടി സെസ് എന്ന് പറഞ്ഞ എമൗണ്ട് ചോദിക്കുന്നത് 0.1% ആണ്. ഈ തൊഴിലാളികൾ നിങ്ങൾ കടയിൽ വിൽക്കുന്നതോ നിങ്ങളുടെ തൊഴിലാളികൾക്ക് നിങ്ങളുടെ കടയിൽ നിൽക്കുന്ന സ്ഥാപനത്തിലെ തൊഴിലാളികൾക്കെല്ലാം നിങ്ങൾ EPF ഇതൊക്കെ കൊടുക്കുന്നതിൽ ഞങ്ങൾ എതിർപ്പ് പറയുന്നില്ല. പക്ഷേ ഈ ആഭരണ തൊഴിലാളിക്ക് കിട്ടേണ്ടത് യഥാർത്ഥമായി ഈ സെസ്സാണ്. അത് അടയ്ക്കാനായിട്ട് ഈ മുതലാളിമാർ തയ്യാറാവണം എന്ന് തന്നെയാണ് എനിക്ക്. അതാണ് തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ കൂടിയാണ് രേഖപ്പെടുത്തിയത്. അത് ആഭരണ നിർമ്മാണ മേഖലയിൽ അത് ഒരു ആധുനികത ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പുതിയ മേഖലയിലേക്ക് കടക്കുമ്പോൾ കൈത്തൊഴിലാളികൾ പരമ്പരാഗത രീതിയിൽ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്ന ആളുകൾക്കൊക്കെ തൊഴിൽ നഷ്ടം ഉണ്ടാകുന്ന മേഖലകൾ കൂടിയായിരുന്നു. എന്തായാലും അതിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ പ്രതീക്ഷകൾ കൂടിയാണ് ശങ്കർ പങ്കുവയ്ക്കുന്നത്. ജോർജ് ജോസഫിലേക്ക് എത്താം. വിനീത്, എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണാൻ കഴിയുക? ഈ തൊഴിൽ മേഖല കൂടുതൽ അത് പ്രതീക്ഷാ നിർഭരമാവുകയാണ് ഈ ബിൽ എത്തുമ്പോൾ. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കൂടുതൽ പ്രതീക്ഷകൾ കൂടി എത്തുകയാണ്. ഒപ്പം തന്നെ ഈ അനധികൃതമായി സ്വർണം കടത്തുന്ന ചില ആളുകൾ കൂടി ഉണ്ടായിരുന്നു. തുച്ഛമായ കാശിന് ഈ കാരിയേഴ്സായി വരുന്ന ആളുകൾ കൂടിയുണ്ട്. അവരുടെ അവസ്ഥ കൂടി ഒന്ന് പരിഗണിക്കാതെ പോകുന്നത് ശരിയല്ല. ഈ ക്രിമിനൽ അത്തരം ക്രൈമുകൾക്ക് ഒരു നിയമത്തിൻ്റെ പിടികൂടി വീഴുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എങ്ങനെയാണ് ഈ തൊഴിൽ മേഖലയിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ വീക്ഷിക്കുന്നത് വിനീത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ-വേ ബില്ലിനെ സംബന്ധിച്ചിട്ട് തൊഴിലാളികളെ സംബന്ധിച്ച് 100% ഒരു പ്രൊട്ടക്റ്റഡ് ആണ്. കാരണം ഒരു തൊഴിലാളി ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നും ട്രാൻസ്പോർട്ട് അടിസ്ഥാനത്തിൽ അദ്ദേഹം കൈപിടിച്ചു പോകുന്ന ഗോൾഡിനെ മുന്നേ വന്നിട്ട് യാതൊരു വിധത്തിലുള്ള ലീഗൽ ഡോക്യുമെന്റേഷൻസ് ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ-വേ ബില്ല് വന്നതിന് ശേഷം തീർച്ചയായിട്ടും തൊഴിലാളികളെ സംബന്ധിച്ച് കയ്യിൽ കരുതുന്ന ഓരോ ഓർണമെന്റ്സിനും അവർ മേടിക്കുന്ന, അതായത് ലേബർ കോസ്റ്റിനടക്കം അവർക്കൊരു 18% GST പേ ചെയ്തുകൊണ്ട് സർക്കാരിലേക്ക് നികുതി അടയ്ക്കാനും തൊഴിലാളികൾക്ക് സാധിക്കും. ഇതുവഴി അവരുടെ ഫ്യൂച്ചറും സെറ്റിൽഡ് ആണ്. രണ്ടാമത്തെ ഇതിലൊരു കാര്യം പറയാനുള്ളത് ക്ഷേമനിധി ബോർഡിനെ കുറിച്ചാണ്. ശരിക്കും ആഭരണ നിർമ്മാണ ക്ഷേമനിധി ബോർഡ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നിട്ട് ആഭരണ നിർമ്മാണ ക്ഷേമനിധി ബോർഡിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഒരു 1000 രൂപ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തന്നിരിക്കുന്നത്. നിരവധി ഞങ്ങൾ വർഷങ്ങളായി വർക്ക് ചെയ്യുന്ന നിരവധി ജ്വല്ലറിക്കാരും കൂടി ഞങ്ങൾ തിരിഞ്ഞു നോക്കട്ടെ. അക്കാര്യങ്ങൾ വ്യക്തമാണ്. എന്തായാലും തൊഴിലാളികളെ പരിഗണിക്കുന്ന ഒരു സർക്കാർ കൂടിയാണ്. അവിടെ സമ്പദ്ഘടന കൂടുതൽ സമ്പുഷ്ടമാകണം, നമ്മുടെ ഖജനാവിലേക്ക് നഷ്ടമാകുന്ന പണം തിരികെ പിടിക്കണം, അതിനുള്ള നടപടികൾ കൂടിയാണ്. അതിന് ഇപ്പോൾ GST ഉപസമിതിയുടെ അംഗീകാരമാണ് ലഭ്യമായിരിക്കുന്നത്. ജോർജ് ജോസഫ്, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊന്ന് വൈൻഡപ്പ് ചെയ്യുക? ഇത്തരം കാര്യങ്ങളൊന്ന് ക്രോഡീകരിക്കുമ്പോൾ തൊഴിലാളികളുടെ പ്രശ്നങ്ങളുണ്ട്, മുതലാളിമാർ അവരുടേതായ നിലയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു, മാഫിയകൾക്ക് ഇതൊരു പ്രശ്നമായി തന്നെ മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിരവധി വെല്ലുവിളികൾ കൂടി കടക്കേണ്ടതുണ്ട്. ഈ ഹോൾമാർക്ക് സെൻറ്ററിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. സോഴ്സ് ഇല്ലാത്ത സ്വർണം അത് ഏതെങ്കിലും നിലയിൽ കടത്തുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കണ്ടെത്തേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട്. അങ്ങനെ ഏതൊക്കെ നിലയെ ബന്ധിപ്പിച്ചാൽ ഈ-വേ ബിൽ അത് അതിൻ്റെ ഫലപ്രദമായ നിലയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും? വൈൻഡപ്പ് ചെയ്യാം. LPC ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇത് കൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള കള്ളക്കടത്ത് അവസാനിക്കുമെന്നോ അങ്ങനെയൊന്നും നമുക്ക് ആ രീതിയിൽ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഞാൻ ആദ്യമേ ചൂണ്ടിക്കാണിച്ച പോലെ ദിസ് ഈസ് എ മേജർ സ്റ്റെപ്പ്. മാത്രമല്ല കേരളം ഇതിന് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നു. കേരളത്തെ അപകീർത്തിപ്പെടുത്തി കാണിക്കുന്ന ഒരു അവസരം ഉണ്ട് ഈ കള്ളക്കടത്തിന്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ, കേന്ദ്ര സർക്കാർ ഒരു പരിധി വരെ കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്ന രീതിയിലാണ് ഇവിടെ ഇതിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി 12.5 ഉയർത്തി നിർത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഇന്ത്യയിൽ ഇത്രയും വലിയൊരു 12.5 ഇമ്പോർട്ട് ഡ്യൂട്ടി കൊണ്ടുവരാനിടയായ സാഹചര്യം ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ടിൽ വല്ലാതെ ഡെഫിസിറ്റ് കുന്നുകൂടിയ സാഹചര്യത്തിലാണ്. പക്ഷെ ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല. എന്നിട്ടും കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ബഡ്ജറ്റിൽ 2.5% ഉയർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ആ രീതിയിലെല്ലാം നോക്കുമ്പോൾ ഈ കള്ളക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇൻഡയറക്റ്റ് വേയിൽ ഒരു സഹായം ചെയ്തു കൊടുക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ കേരളം പറയുന്നു ഇക്കാര്യത്തിൽ ട്രാൻസ്പെറൻസി വേണം, ഇക്കാര്യത്തിൽ നമുക്ക് ഈ-വേ ബില്ല് വേണം, ഇത് കൃത്യമായ ഒരു ഇതിലേക്ക് പോകണം. മറ്റ് സംസ്ഥാനങ്ങൾ എതിർക്കുമ്പോഴും കേരളം അതിനെ ശക്തമായി അതിനുവേണ്ടി വാദിക്കുന്നു എന്നുള്ളിടത്താണ് ഇതിന്റെ വലിയ ദേശീയ പ്രാധാന്യം.
ഉന്നയിച്ച പോരായ്മ എന്ന് പറയുന്നത്. അക്കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഇപ്പോൾ സ്വർണ്ണ വിവാദമൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാകും ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്നതെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. കഴിഞ്ഞ 2 വർഷമായി ഈ സ്വർണ്ണ വിവാദം ഉണ്ടാകുന്നതിനൊക്കെ മുമ്പേ 2 വർഷമായി തന്നെ കേരളം GST കൗൺസിൽ ആവശ്യപ്പെടുന്നതാണ്, വിവിധ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുന്നതാണ്. എങ്കിൽ പോലും ഇപ്പോൾ കേരളത്തിന് മാത്രമാണ് ഇവിടെ അനുവദിച്ച് കിട്ടിയിരിക്കുന്നത്. ഇ-വേ ബിൽ സമ്പ്രദായം നടപ്പാക്കാൻ കേന്ദ്രവും ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും മാറി നിൽക്കുമ്പോൾ കേരളം അതിന് ഒരു മാതൃകയാകുകയാണ്, തുടക്കം വെച്ചിരിക്കുകയാണ്, ഒരു പടി മുമ്പേ ഇക്കാര്യത്തിൽ സഞ്ചരിക്കുകയാണ്. അതിൻ്റെ പ്രതീക്ഷ തൊഴിലാളികളുടെ മേഖലകളിൽ ഉൾപ്പെടെ കാണാനും കഴിയുന്നു എന്നതാണ് ഈ വാർത്താ സംവാദത്തിൽ നിന്ന് ലഭ്യമായ വിശകലനങ്ങൾ. ഇന്നത്തെ വാർത്തയ്ക്കപ്പുറം ഇവിടെ സമാപിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നമസ്കാരം.